ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻസർ എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു 16 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടായിരുന്നു. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മുടെ എയർവാക്ക് ടെക്സ്റ്റ് ബുക്കിലാകെ 4 പോയിന്റ്സേ പറയുന്നുള്ളൂ. ഈ ടോപ്പിക്ക് എയർവാക്കിൻ്റെ ടെക്സ്റ്റിലാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് രജപുത്തിൻ്റെ ബുക്കിനേക്കാൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എയർവാക്ക് ഉപയോഗിക്കുന്നത്. അതിനുള്ള ഫിഗർ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫിഗറും കൂടെ നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഫിഗറിൻ്റെ സഹായത്തോടെയാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എയർവാക്ക് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഓരോന്നിനും 1-2 സെൻറ്റൻസ് വെച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. എന്താണ് കൺസെപ്റ്റ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് 4 എണ്ണമേ ഉള്ളൂ. റെസ്പോൺസ് ടൈം, ടൈം കോൺസ്റ്റൻറ്റ്, റൈസ് ടൈം, പിന്നെ സെറ്റിലിംഗ് ടൈം. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സേ ഉള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ നമുക്ക് ഒരു സിനാരിയോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഇമാജിനറി കൺസെപ്റ്റ് മാത്രമാണ്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഒരു സിനാരിയോ, ഒരു ബോഡിയുടെ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു. അപ്പോൾ മെഷർ ചെയ്യുന്ന ആ ഒരു ഫ്ലോയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചർ സെൻസർ ഓൺ ചെയ്യപ്പോൾ ഉടനെ തന്നെ ആ ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് ആ ടെമ്പറേച്ചർ സെൻസർ നമുക്ക് കാണിക്കത്തില്ല, റീഡിങ് കാണിക്കത്തില്ല. അത് ഗ്രാജുവലായിട്ട് ആ 100 ഡിഗ്രി സെൽഷ്യസിലോട്ട് എത്തുള്ളൂ. സെൻസർ ഓൺ ചെയ്ത് ആദ്യം 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എൻ്റെ റീഡിങ്ങിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഓരോ സെക്കൻഡ് കഴിയുന്നതോറും, ഇതൊരു ഇമാജിനറി കൺസെപ്റ്റാണ് ഞാൻ ഈ പറയുന്നത്, ഇങ്ങനെയല്ല, ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സെൻസർ ഓൺ ചെയ്ത് ഓരോ സെക്കൻഡ് കഴിയും തോറും 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി എന്ന് ഇങ്ങനെ അത് കൗണ്ട് ചെയ്ത് കൂടി വരും. ലെറ്റ്സ് ഒരു 10 സെക്കൻഡ് ആവുമ്പോഴത്തേക്കും 100 ഡിഗ്രി സെൽഷ്യസ്, നമുക്ക് വേണ്ട 100 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ, അതിലാണ് ആക്ച്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. ഒരു 10 സെക്കൻഡ് കൊണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നു. 11 സെക്കൻഡ് ആകുമ്പോൾ 101 ഡിഗ്രി സെൽഷ്യസ് പോകുന്നു, അതായത് കുറച്ചും കൂടെ മുകളിലോട്ട് കയറുന്നു. അടുത്ത 12 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും തിരിച്ച് 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തി ആ റീഡിങ് സ്റ്റേബിൾ ആവുന്നു. ഇങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾ അസ്യൂം ചെയ്യുക. ആക്ച്വലി നമ്മുടെ ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ചേഞ്ചസ് വരുന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിലെ ഒരു മെഷർമെൻറ്റ് സെൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ എക്സാമ്പിൾ, ഈ സംഭവം എന്താണെന്ന് ഐഡിയ കൺസെപ്റ്റ് പറയാനായിട്ട് ഞാൻ ജസ്റ്റ് അതൊരു സ്റ്റഡി സ്റ്റേറ്റ് സിസ്റ്റം ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു, അത്രമേ ഉള്ളൂ. അതായത് 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ആയിട്ടാണ് ഞാൻ അതിനെ അസ്യൂം ചെയ്യുന്നത്. എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ സെൻസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്കിലും ആ കൺസെപ്റ്റ് പറയാനായിട്ട് ഞാൻ ജസ്റ്റ് ആ ബോഡി ഒരു യൂണിഫോം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, 100 ഡിഗ്രി സെൽഷ്യസ്. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കൺസെപ്റ്റ് മാത്രമാണ്. ഞാൻ ഈ കൺസെപ്റ്റ് പറയാൻ വേണ്ടി മാത്രമായിട്ട് ഈ ഒരു എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്തായിരുന്നാലും ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ച് ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പം ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല വരുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് വിചാരിക്കുക ഇങ്ങനെയാണെന്ന്. അപ്പം സെൻസർ ഓൺ ചെയ്ത് ഓരോ സെക്കൻഡ് കഴിയും തോറും അതിൻ്റെ ടെമ്പറേച്ചർ കൂടി അവസാനം ഒരു 10 സെക്കൻഡ് എത്തപ്പോഴേക്കും 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതി കാണിക്കുന്നു. ഓരോ 30 ആദ്യം റീഡിങ് 10 ആയിരിക്കും, 20 ആയിരിക്കും, 30 ആയിരിക്കും, അങ്ങനെ കൂടി 10 സെക്കൻഡ് ആകുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന റീഡിങ് എഴുതി കാണിക്കുന്നു. ഒരു സെക്കൻഡ് കൂടെ കഴിയപ്പോൾ അത് 101 എന്ന് എഴുതി കാണിക്കുന്നു. ഒരു സെക്കൻഡ് കൂടെ കഴിയപ്പോൾ, അതായത് 12 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും തിരിച്ച് 100 വന്ന് സെറ്റിലാവുന്നു. അപ്പം അതായത് നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഒരു 12 സെക്കൻഡ് എടുക്കും. സെൻസർ ഓൺ ചെയ്ത് 12 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ ഔട്ട്പുട്ട് ഒന്ന് സ്റ്റഡി ആവും, അതായത് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ബോഡിയുടെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന്. അപ്പം ആ സെൻസർ ഓൺ ചെയ്ത് ഒരു 12 സെക്കൻഡ് വരെ ആയപ്പോഴാണ് അതിൻ്റെ ആ റീഡിങ് ഔട്ട്പുട്ട് ഒന്ന് സ്റ്റഡി ആയത്. ഈ സ്റ്റഡിയായ ഔട്ട്പുട്ടിനെയാണ് ആക്ച്വലി ഈ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആക്ച്വലായിട്ടുള്ള വേണ്ട ഒറിജിനലായിട്ടുള്ള വാല്യൂ എന്താണ് അത് റീഡിങ്ങിൽ എഴുതി കാണിക്കുക, അതാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. അതൊന്ന് സ്റ്റഡി ആവാനായിട്ട് എടുക്കുന്ന സമയം ഇവിടുത്തെ കേസിൽ 12 സെക്കൻഡാണ്. 12 സെക്കൻഡ് കൊണ്ട് ആ ഔട്ട്പുട്ട് സ്റ്റഡിയായി എന്ന് കരുതുക. അപ്പം ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ ഈ 4 കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. റെസ്പോൺസ് ടൈമും, ടൈം കോൺസ്റ്റൻറ്റും, റൈസ് ടൈമും, സെറ്റിലിംഗ് ടൈമും എല്ലാം ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ്. എക്സാമിന് ഈ എക്സാമ്പിൾ ഒന്നും എഴുതാൻ പോകണ്ട, ഇതിൻ്റെ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത്. പിന്നെ ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം
ആദ്യത്തെ ഒരു 10 സെക്കൻഡ് എടുത്തു അതിൻ്റെ ടെമ്പറേച്ചർ സ്റ്റഡി സ്റ്റേറ്റിലോട്ട് എത്താനായിട്ട്. ബാക്കി 10 മുതൽ 12 എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് ഒന്ന് സെറ്റിലാവാൻ വേണ്ടി എടുത്ത ടൈമാണ്. എന്നാലും ആദ്യത്തെ ഒരു 10 സെക്കൻഡ് കൊണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയെന്ന് കരുതുക. അതായത് സെൻസർ ഓൺ ചെയ്ത് 10 സെക്കൻഡ് ആയപ്പോൾ 10 സെക്കൻഡ് എടുത്തു ആ 100 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് വേണ്ട സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് 10 സെക്കൻഡ് എടുത്തു. ഇവർ ഈ പറയുന്നത് എന്തെന്ന് വെച്ചാൽ റെസ്പോൺസ് ടൈം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ടിൻ്റെ 95% എത്താനായിട്ട് എത്ര ടൈം എടുത്തു അതിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ കേസിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്നതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട്. അതിൻ്റെ 95% എത്താൻ വേണ്ടി എത്ര ടൈം എടുത്തു. അതിൻ്റെ 95% എന്ന് പറയുമ്പം നമുക്ക് ഗസ് ചെയ്യാം 95 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഗസ് ചെയ്യാം. ആ 95% ഡിഗ്രി സെൽഷ്യസ് എത്താൻ വേണ്ടി എത്ര ടൈം എടുത്തു, നമ്മളിവിടെ 9.5 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ടിൻ്റെ 95% ഔട്ട്പുട്ട് എത്താനായിട്ട് എത്ര ടൈം എടുത്തു അതിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റെസ്പോൺസ് ടൈം എന്ന് വെച്ചാൽ ടൈം ഫോർ 95% ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട്, അതിനെ റെസ്പോൺസ് ടൈം എന്ന് പറയും. അതുപോലെ തന്നെ ആ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ടിൻ്റെ 63.2% ഔട്ട്പുട്ട് എത്താനായിട്ട് എത്ര ടൈം എടുത്തു അതിനെ ടൈം കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ടിൻ്റെ 63.2% ഔട്ട്പുട്ട് എത്താൻ എത്ര ടൈം എടുത്തു അതിനെ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നു. ഇവിടുത്തെ കേസിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗസ് ചെയ്യാം. ഒരു 63.2% എത്താനായിട്ട് ലെറ്റ്സ് 6 സെക്കൻഡോ അതിനേക്കാളും 6 എത്ര സംതിങ് സെക്കൻഡ് വേണ്ടി വന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനെയാണ് ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ടിൻ്റെ 63.2% എത്താനായിട്ടുള്ള ടൈം എത്രയാണോ അതിനെ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നു. മൂന്നാമത്താണ് ഈ റൈസ് ടൈം എന്ന് പറയുന്നത്. റൈസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ടിൻ്റെ 10% മുതൽ 95% വരെ എത്താനായിട്ട് എത്ര ടൈം എടുത്തു അതിനെയാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ സെൻസർ ഓൺ ചെയ്ത് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ടിൻ്റെ 10% മുതൽ 10% എന്ന് പറയുമ്പോൾ ഇവിടെ 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ആക്ച്വൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 10% മുതൽ 95% വരെ അത് റൈസ് ചെയ്യാനുള്ള അതിൻ്റെ റീഡിങ് റൈസ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുത്തു അതിനെയാണ് റൈസ് ടൈം എന്ന് പറയുന്നത്. ഈ റൈസ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു റൈസ് ഫ്രം 10% ടു 95% ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട്. സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ടിൻ്റെ 10% മുതൽ 95% വരെ എത്താനായിട്ട് എത്ര ടൈം എടുത്തു. നമ്മളിവിടെ ഇപ്പം നോക്കുമ്പം നമുക്ക് ഗസ് ചെയ്യാം ഏകദേശം 8.5 സെക്കൻഡ് എന്ന് പറയാം ഈ ഒരു എക്സാമ്പിളിൽ. അപ്പം 10% മുതൽ 95% വരെ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് എത്താനായിട്ട് എത്ര ടൈം എടുത്തു അതിനെ റൈസ് ടൈം എന്ന് പറയാം. അവസാനത്താണ് ഈ സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ. ഈ സെറ്റിലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് അതൊന്ന് സെറ്റിലാവാനായിട്ട് എത്ര ടൈം എടുത്തു നമുക്കിവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. ആദ്യം 10 സെക്കൻഡ് കൊണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് എടുത്തു, എന്നിട്ട് പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാളും കൂടി 101 പിന്നെ ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോഴാണ് അത് തിരിച്ച് 100ൽ വന്നങ്ങ് സെറ്റിലായത്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം 2 സെക്കൻഡ് എടുത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഈ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് സെറ്റിലാവാനായിട്ട് എത്ര ടൈം എടുത്തു അതിനെയാണ് സെറ്റിലിംഗ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ടൈം ഫോർ സെറ്റിലിംഗ് എ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട്. അപ്പം ഈ 4 എണ്ണമാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻസർ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമിന് ഒരു കാരണവശാലും ഇങ്ങനത്തെ എക്സാമ്പിളൊന്നും എഴുതി വെച്ച് കളയല്. ഇത് ഞാൻ ഉണ്ടാക്കിയ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിളാണ്. ഇത് സത്യം പറഞ്ഞാൽ വളരെ തെറ്റാണ്. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഈ സെൻസർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഞാനിവിടെ ആ ഒരു കൺസെപ്റ്റ് അല്ല എടുത്തത്. പിന്നെ ഈ സംഭവത്തിൻ്റെ എക്സാമ്പിൾ കൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു എക്സാമ്പിളാണ് ഇത്. നിങ്ങൾ നോക്കേണ്ട ഐഡിയ എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എക്സാമിന് എഴുതി വച്ച് കളയരുത് ഈ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻ ഷെയർവാക്കിൻ്റെ ബുക്കിലുണ്ട്. പിന്നെ ഈ ഫിഗറും കാര്യമായിട്ട് കറക്റ്റായിട്ട് വരച്ച് കാണിക്കുക. അപ്പോൾ ഈ 4 എണ്ണമാണ് നമ്മുടെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. ബാക്കി സെൻസേഴ്സ് നമുക്ക് അടുത്ത വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം താങ്ക് യു.